الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കൂടിച്ചേരൽ ഉഖ്റവിയായ ലോകത്ത് ഏറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി വളരെ പ്രധാനത്തോടുകൂടി നമ്മൾ കൊണ്ടു നടക്കേണ്ടുന്ന ഒരു സ്വഭാവമാണ് ക്ഷമ എന്ന് പറയുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള, അള്ളാഹു അവന്റെ ദീനിൽ ഏറ്റവും ശ്രേഷ്ഠമായി എണ്ണി പറഞ്ഞ, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഒരു സ്വഭാവമാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഭാര്യമാര് തൊട്ട് നമ്മുടെ മക്കളിലൂടെ, നമ്മുടെ മാതാപിതാക്കളിലൂടെ സമൂഹത്തിലേക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ടുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഗുണമാണ് ക്ഷമാശീലമുള്ളവരായി നമ്മൾ മാറുക എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിന്റെ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളുടെ ഒക്കെ അടിവേരറുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പെട്ടെന്ന് അക്ഷമരായി മാറും. അപ്പൊ ജീവിതത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധയോടുകൂടി നമ്മൾ പരിപാലിക്കേണ്ടുന്ന ഒരു ഗുണമാണ് ക്ഷമാശീലം എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ്. എന്താണ് അത്ഭുതം? അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാതും അവന് നന്മയാണ്. അത് സത്യവിശ്വാസിക്കല്ലാതെ സാധിക്കുകയുമില്ല. എന്നിട്ട് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ ഒരു സന്തോഷം ബാധിച്ചാൽ അവൻ എന്താ ചെയ്യുക? അവൻ അല്ലാഹുവിന് ധാരാളമായി ശുക്ർ ചെയ്യും. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, പിന്നെയോ അധികമായി അല്ലാഹുവിന് അവൻ നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അത് അല്ലാഹുവിന് നന്മയായി രേഖപ്പെടുത്തും. ഇനി വൈൻ അസാബത്തുഹു ലറാഉൻ, ഒരു ദുരിതമാണ്, ഒരു ദുരന്തമാണ് അവന്റെ ജീവിതത്തിൽ വരുന്നതെങ്കിലോ അവൻ ക്ഷമിക്കും, അതും അവന് നന്മയായി രേഖപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം ദീൻ ഇത്ര പ്രാധാന്യത്തോടു കൂടി പറയണമെങ്കിൽ അതിനെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മാത്രമല്ലേ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ.
അപ്പൊ അത്രയും ഒരു ശ്രേഷ്ഠമായ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് അത് എന്നുള്ളതെങ്കിലും നമ്മൾ മിനിമം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സ്വബർ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിന്റെ മായന തടുക്കുക, തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ക്ഷമാലുവാവുക എന്ന് പറഞ്ഞാൽ, സ്വബറുള്ളവനാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ മായന 3 ഭാഗമായിട്ട് നമുക്ക് വേർതിരിക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് ഭാരമുള്ള ഒരു കാര്യമാണ്. ഒരു പള്ളി കണ്ടു, അവിടെ കയറി 2 റക്അത്ത് നമസ്കരിക്കുക, അതിന്റെ പരിസരത്ത് മണിക്കൂറുകളോളം ചെലവഴിച്ചാലും ആ പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കാൻ നമുക്ക് തോന്നുക എന്നുള്ളത് വളരെ ചുരുക്കം ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വെറുതെ നിൽക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് ദിക്റുകൾ, നന്മകൾ ചെയ്യാൻ ഒരുപാട് അവസരമുണ്ട്. പക്ഷെ അതിനല്ല മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കുക. വേഗം മൊബൈൽ എടുത്ത് നമ്മുടെ റീലുകളും സോഷ്യൽ മീഡിയകളിൽ എന്തൊക്കെ വന്നു, മെസ്സേജുകൾ വന്നു, അത് ശ്രദ്ധിക്കാനാണ് മനസ്സ് പ്രേരിപ്പിക്കുക. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ ഭാഗം, ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇഷ്ടമില്ലാത്ത അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് ഭാരമായ മനസ്സിനെ കൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ക്ഷമയുടെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകൾക്ക് തെറ്റ് ചെയ്യാൻ വല്ലാത്ത കൊതിയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുന്നുണ്ട്. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, തീർച്ചയായും നഫ്സ് കൊതിക്കുന്നത് എന്തിനാണ്? തിന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങളുണ്ട് മുമ്പിൽ. അപ്പോഴോ ഞാൻ ബോധപൂർവം അതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഞാൻ അങ്ങട്ടില്ല, അത് അവിടെ പോയാൽ ശരിയാവില്ല. അല്ലെങ്കിൽ അവിടെ എല്ലാവരും സംസാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നീ എന്താ മാറി നിൽക്കുന്നത്? അത് ശരിയാവില്ല. അവരുടെ കൂട്ടത്തിൽ പോയിരുന്ന് സംസാരിച്ചാൽ എന്റെ സുബഹിയും എന്റെ ളുഹറും എന്റെ അസറും ഒക്കെ അത് വേറെ ആരെങ്കിലും കൊണ്ടുപോകും. ഈ തരത്തിലുള്ള അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നതിനാണ് രണ്ടാമതായി ക്ഷമ എന്ന് പറയുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഒരാളുടെ ജീവിതത്തിലും ഖൈർ മാത്രമല്ല നൽകുക. ഞാനത് വിശദീകരിക്കാം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഷർറുകൾ കൊണ്ടുവന്നിട്ട് തരും. എന്തിനാണത്? നമ്മുടെ ജീവിതത്തിലെ ഒന്നുകൂടി നമുക്കൊരു യഖീനോടുകൂടി മുന്നേറാൻ, ധൈര്യത്തോടുകൂടി മുന്നേറാൻ നമ്മളെ പ്രാപ്തരാക്കാൻ വേണ്ടി അള്ളാഹു ചില ദുരിതങ്ങളെ കൊണ്ടുവരും. അത് ഖൈറാണ് നമ്മുടെ ജീവിതത്തിൽ. ആ ദുരിതങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അടങ്ങിയിരിക്കേണ്ടി വരും, ഒരു ഭാഗത്ത് കഴിഞ്ഞുകൂടേണ്ടി വരും. അതുമല്ലെങ്കിലോ നമ്മുടെ മനസ്സിന് മുന്നോട്ട് ചലിക്കാൻ ഒരു സാധ്യമല്ലാത്ത രൂപത്തിൽ ചില ആളുകളുടെ മരണം വരുമ്പോൾ, പ്രിയപ്പെട്ട മക്കൾ മരണപ്പെട്ടു പോവുക, വരുമാനം നിലച്ചു പോവുക, നമ്മുടെ അവയവങ്ങൾ നഷ്ടപ്പെടുക, ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള ദുരിതങ്ങളുണ്ടല്ലോ. അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, മുന്നോട്ടുള്ള യാത്രയിൽ നമുക്കൊരു കരുത്താണ്. അത് അങ്ങനെ മനസ്സിലാക്കിയ. അപ്പൊ ഈ തരത്തിലുള്ള മുസീബത്തുകൾ വരുമ്പോ നമ്മൾ എന്തു ചെയ്യുന്നു? നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ അവയവങ്ങളെ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് 3 കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒരു മുസീബത്ത് വരുമ്പോ ഒരു വിശ്വാസി എന്താ ചെയ്യേണ്ടത്? നാവ് കൊണ്ട്, അവയവങ്ങളെ കൊണ്ട്, അതല്ലെങ്കിൽ എന്താണ്? നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് നമ്മൾ ധീരമായ സമീപനം എടുക്കുന്നതിനാണ് സ്വബർ എന്ന് പറയുന്നത്. ഒന്നും വേണ്ട, ഒരാൾ വർത്തമാനം പറയുന്നില്ല, ഒരാളൊന്നും പ്രവർത്തിക്കുന്നില്ല, ഒരാംഗ്യം കാണിച്ച പോലെ അതിൽ എല്ലാം വന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇതൊരു വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് വന്നുകൂടാത്തതാണ്. ഇതാണ് ക്ഷമ കൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹു ക്ഷമാലുക്കൾ എവിടെ കുറിച്ച് പറയുന്നു, അവിടെയൊക്കെയും അളവില്ലാത്ത, കണക്ക് നോക്കാത്ത, ഹിസാബ് നോക്കാത്ത കൂലിയ പറയുന്നു. ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഒരായത്തിന്റെ ഭാഗം അങ്ങനെയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന സ്വാബിരീങ്ങളായ ആളുകൾക്ക് ഹിസാബ് നോക്കാതെ, അല്ലേ, നമ്മൾ ഒരാളെ പണിക്ക് വിളിച്ചാൽ അയാൾക്ക് നമ്മൾ ഹിസാബ് നോക്കും. ഒരു പണിക്കൂലി ഉണ്ടാകും. 1000 ആണെങ്കിൽ 1000, 1500 ആണെങ്കിൽ 1500, അത് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. എന്നാൽ ക്ഷമാലുക്കളായ ആളുകൾക്ക് അള്ളാഹു കൂലി എങ്ങനെ കൊടുക്കുന്നത്? അള്ളാഹു കണക്കില്ലാതെ, ഹിസാബ് നോക്കാതെയാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും.
അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ. സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് നിങ്ങൾ സഹായം ചോദിക്കൂ. അള്ളാഹിനോട് നമ്മൾ പറയും, പടച്ചോനെ ഞാൻ ക്ഷമിക്കണം, നീ കൂലി തരണേ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? അള്ളാഹിനോട് നമ്മൾ സഹായം ചോദിക്കുക. എന്തുകൊണ്ട്? അള്ളാഹുവേ ഞാൻ നമസ്കരിച്ചു, എനിക്ക് കൂലി താ. അള്ളാഹുവേ ഞാൻ ആ വിഷയത്തിൽ ക്ഷമിച്ചു, നീ കൂലി കൊണ്ടാ എന്ന് പറയുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കാര്യമാണ്. അത് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെ ജീവിതത്തെ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. എന്തിനാണെന്നറിയും? നമുക്ക് ക്ഷമയുണ്ടോ എന്നറിയാൻ വേണ്ടി. നമുക്ക് ഓരോ സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഇട്ടുതരും. എല്ലാവർക്കും അതിലെതിരെ അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. ഒരേപോലെയല്ല നമ്മുടെ ജീവിതം പോവുക, ഒരേ രൂപത്തിലല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. അവിടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. അള്ളാഹു പറയുന്നു, നോക്കൂ, വലനബുലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ. നിങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾ ആരാണ് എന്നറിയാൻ വേണ്ടി അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ശരിക്ക് നമ്മൾ 5 നേരം നമ്മളൊക്കെ ഒരു ദീനിയായി വിചാരിക്കുന്ന ഒരാൾക്ക് ഒരു പ്രയാസം കൊടുത്താൽ അയാളെ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. ഇയാൾക്കൊക്കെ ഇത്ര ഈമാനേ ഉള്ളൂ. ചിലപ്പോൾ അയാൾ പിന്നീട് ശേഷം പള്ളിയിലേക്ക് തന്നെ വരുന്നില്ല. കാരണം എന്താണ്? ഞാൻ ഇങ്ങനെയൊക്കെ നിസ്കരിച്ചിട്ട് എന്റെ ജീവിതത്തിൽ വന്ന ഒരു ദുരിതം ആലോചിച്ച് നോക്കൂ. അതാണോ നമ്മൾ വേണ്ടത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്തിനാ പരീക്ഷണങ്ങൾ തരുന്നത്? നമ്മുടെ ഈമാനിന് യഖീനുണ്ടോ, അതിന് എത്ര ദാർഢ്യമുണ്ട്, എത്ര ഉറപ്പുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എന്തൊന്നു വന്നാലും, നമ്മളെ ബാധിക്കുന്ന വിഷമാവസ്ഥകൾ വന്നാൽ അവയവങ്ങളെ കൊണ്ട്, പ്രവർത്തനങ്ങളെ കൊണ്ട് അള്ളാഹ്ക്ക് എതിരുള്ള ഒന്നും ഞാൻ ചെയ്യില്ല എന്ന ഉറപ്പിനാണ് സബ്ർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്തിനാണ് നമ്മൾ ക്ഷമിക്കുന്നത്? മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു സത്യവിശ്വാസിനിയുടെ ജീവിതത്തിൽ അള്ളാഹു ബലാഗുകളെ കൊടുക്കുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പരീക്ഷണങ്ങളെ കൊടുക്കുന്നു. എന്തിനാ കൊടുക്കുന്നത്? അള്ളാഹനെ കണ്ടുമുട്ടുമ്പോ അവരുടെ ജീവിതത്തിൽ ഒരു പാപം ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താണ്? അയാൾക്കൊരു മുസീബത്ത് കൊടുത്തു, അയാൾ ക്ഷമിച്ചു, അള്ളാഹ് എഴുതി വെക്കുകയാണ്. എന്താ എഴുതി വെക്കുന്നത്? മറ്റാർക്കുമില്ലാത്ത പ്രതിഫലമാണ് ക്ഷമാലുക്കൾക്ക് എഴുതി വെക്കുന്നത്. ഒരു മകൻ കൺമുമ്പിൽ വെച്ച് മരണപ്പെട്ടു, ഭാര്യ മരണപ്പെട്ടു, മാതാപിതാക്കൾ മരണപ്പെട്ടു. നമ്മൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം വേദനാജനകമായ അവസ്ഥയാണ്. പക്ഷെ എന്നിട്ടും നമ്മൾ പിന്തിരിഞ്ഞില്ല. ഉള്ളതിനേക്കാൾ കൂടുതലായി റബ്ബിലേക്ക് അടുക്കാനാണ് ശ്രമിച്ചത്. നേരത്തെ വന്നിരുന്ന ആള്, ജമാഅത്തിന് സുബഹിന് വന്ന ആള്, ബാങ്ക് കൊടുക്കുമ്പോൾ ഈ ദുരിതങ്ങൾക്കിടയിൽ അയാൾ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അതിനു മുമ്പ് അയാൾ പള്ളിയിലേക്ക് വരുന്നു. അയാൾ പിന്മാറാനല്ല ഒരുങ്ങിയത്. അള്ളാഹ് എന്താണ്? ഒരു പരീക്ഷണം വെച്ചപ്പോ അയാളുടെ പ്രതികരണം നോക്ക്. അപ്പൊ അള്ളാഹു കൂലിയുടെ താളുകളിൽ അയാൾക്ക് നിശ്ചയിച്ചതിനേക്കാൾ ഇരട്ടിയായി കണക്കില്ലാതെ അവനെ രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തിലൊക്കെ നമുക്ക് മുസീബത്തുകൾ വരും. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി. പേടി കൊണ്ട്. എന്തൊക്കെ പേടി ഉണ്ടാകും? നമ്മൾ ആലോചിച്ചാൽ മതി. ഭാവിയെ കുറിച്ച്, ഈ ജോലി നഷ്ടപ്പെട്ട എന്തായിരിക്കും എന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെ കുറിച്ചും ഭയപ്പാട് കൊണ്ട് നമ്മളെ പരീക്ഷിക്കും. പിന്നെയോ വിശപ്പ് കൊണ്ട്, അതേപോലെ തന്നെ സമ്പത്തിലുള്ള കുറവ്, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോവുക, അതേപോലെ തന്നെ നമുക്ക് ക്ഷാമം ഉണ്ടാവുക. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചത് എന്താണെന്നറിയോ? വബശ്ശിരി സാബിരീൻ. ഇതൊക്കെ സംഭവിച്ചാലും ഒരു സ്വാബിറായ വ്യക്തിക്ക് ഒരു കുരുക്കം ഉണ്ടാവില്ല. ഇതൊക്കെ വരുമല്ലോ ജീവിതത്തിൽ. എന്നും സന്തോഷം, അതേപോലെ തന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അങ്ങനത്തെ ഒരു പ്രകൃതമാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്രം കൂടി ഞാൻ പറയട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഒരു സ്വർഗത്തിൽ കടക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ദുനിയാവിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനത്തെ പല സന്ദർഭങ്ങളും നമുക്ക് ഹദീസുകളിൽ കാണാം. സ്വഹാബത്തെ നോക്കിക്കോളൂ. ആ ഒരു സ്ത്രീ അവർ സ്വർഗത്തിലേക്കുള്ളതാണ്. അപ്പൊ സ്വഹാബത്ത് നോക്കുമ്പോൾ ഒരു കറുത്തൊരു സ്ത്രീ. അപ്പൊ എന്താണ് ആ മഹദിയുടെ പ്രത്യേകത? ആ മഹദി പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറയണം, അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് അപസ്മാരം ഉണ്ടാവാറുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അപ്പൊ മഹദി വന്ന് പറഞ്ഞപ്പോ എന്താ മഹദിയുടെ ആവശ്യം? ആ രോഗം മാറിക്കിട്ടാൻ വേണ്ടി റസൂലെ അങ്ങൊന്ന് ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയുടെ പ്രത്യേകത എന്താണ്? അത് ഇജാബത്തുള്ളതാണ്, അതിന് ജവാബുണ്ട്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം, പക്ഷേ നീ അതിൽ ക്ഷമിച്ചാൽ വലക്കിയൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്. നീ ക്ഷമിച്ചാൽ മതി. ആ രോഗം വരുമ്പോ അത് സ്വർഗത്തിനുള്ള രോഗമാണെന്ന് കരുതി അതിൽ നീ ക്ഷമിച്ചാൽ മതി. വേദനകൾ കടിച്ചമർത്ത്, ആ പ്രയാസങ്ങൾ കടിച്ചമർത്തി കഴിഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്. അപ്പൊ മഹദി പറഞ്ഞത് എന്താണെന്നറിയൂ? ആ മഹദി ഉടനെ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ക്ഷമിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എനിക്കതൊരു വിഷമമേ അല്ല. സ്വർഗമുണ്ടോ? ഞാൻ അതിൽ ക്ഷമിക്കാം, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരൊറ്റ കാര്യം, അള്ളാഹിന്റെ റസൂലെ, എനിക്ക് അപസ്മാര ബാധ ഉണ്ടാകുമ്പോ എന്റെ വസ്ത്രം മാറിപ്പോകുന്നു. നിങ്ങൾ ആലോചിച്ചു, എത്ര മാത്രം സൂക്ഷ്മത ഉണ്ട്. കാരണം അപസ്മാരം ഉണ്ടാകുമ്പോൾ ഈ വ്യക്തി അറിയുന്നില്ലല്ലോ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. എന്റെ വസ്ത്രം മാറിപ്പോകുന്നു, എന്റെ ഔറത്ത് വെളിവാകുന്നു. അള്ളാന്റെ റസൂലെ, അങ്ങനെ ഔറത്ത് വെളിവാകാത്തൊരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യണം. അങ്ങനെ പ്രവാചകൻ ദുആ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗം വരുമ്പോ അല്ലെ, പലപ്പോഴും പറയാറുണ്ട്, എന്താ സുഖല്ലേ എന്ന് ചോദിക്കുമ്പോ എന്താ പറയാറുള്ളത്? നമുക്കൊരു വിഷമങ്ങൾ പറയുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തി ഉള്ളത്. അതല്ല പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും എനിക്ക് ഹംദാണുള്ളത്. അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു, ഇത്രയല്ലേ ഉള്ളൂ. ഈ ഒരു പ്രകൃതമാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത് എന്നതാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഒരു സത്യവിശ്വാസിക്ക് ബാധിക്കുന്ന ഒരു മുസീബത്ത്, ഒരു ദുഃഖം, ഒരു വിഷമം എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവന്റെ കാലിൽ മുള്ളു തറക്കുന്നത് പോലും അവന്റെ പാപങ്ങൾ, ആ വേദന അവൻ സഹിക്കുക വഴി അള്ളാഹു അവന്റെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈ ഒരു ഗുണം കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സവിശേഷതയാണ്. അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരായിരിക്കും എന്നറിയും? നമ്മുടെ കുടുംബമായിരിക്കും, നമ്മുടെ മക്കളായിരിക്കും, നമ്മുടെ മാതാപിതാക്കളായിരിക്കും, നമ്മുടെ ഭാര്യ, അതേപോലെ തന്നെ സഹോദരിമാരായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഇത്രമേൽ പുകഴ്ത്തി പറഞ്ഞ, അവന്റെ ദീൻ ഇത്രമേൽ പ്രാധാന്യത്തോടു കൂടി എടുത്തു പറഞ്ഞ ഈ ഒരു ഗുണത്തെക്കുറിച്ച് പഠിക്കുകയും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ക്ഷമയുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. അതിനു മുമ്പ് ഒരറിയിപ്പുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മാസത്തിൽ ഒരു വെള്ളിയാഴ്ചകളിൽ അള്ളാഹുവിന്റെ ദീന് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നമ്മളൊരു കളക്ഷൻ എടുക്കാറുണ്ട്. ആ ദിവസമാണ് ഇന്ന്. അപ്പൊ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്വതക്ക എന്ന് പറയുന്നത് നമ്മുടെ ദഅവത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇങ്ങനെ കഅബാലയത്തിന്റെ തണലിൽ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സഹാബത്ത് പറയുന്നത്, ഒരു കൂട്ടം സഹാബികൾ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് കാണുന്നില്ലേ ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ? എന്താണ്? കുടുംബത്തിലെ പ്രയാസങ്ങളല്ല, മുസ്ലിം ആയതിന്റെ പേരിൽ അവരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെ ഭൂമിയിൽ ഇങ്ങനെ കുഴിയുണ്ടാക്കി അതിൽ ഇറക്കി നിർത്തിയിട്ട് രണ്ടായിട്ട് അവരെ ഇങ്ങനെ ഈർച്ചവാള കൊണ്ട് അവരെ രണ്ടു ഭാഗമാക്കി കഷ്ണിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇരുമ്പിന്റെ ചീർപ്പുകളെ കൊണ്ട് അവരുടെ മാംസങ്ങളെ എല്ലിൽ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും തന്നെ അള്ളാഹുവിന്റെ ദീന് പറയാൻ അവർക്ക് തടസ്സമായില്ല. നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. ഇവിടെ നിന്ന് സനായിൽ നിന്ന് ഹലറമൗത്ത് വരെ
ഒരാടിന് സഞ്ചരിക്കണമെങ്കിൽ അതിന് ചെന്നായെ മാത്രം പേടിച്ചാൽ മതി. അങ്ങനത്തെ ഒരു സമാധാന അന്തരീക്ഷം ഈ ഒരു പ്രദേശത്ത് കടന്നു വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അവസാനമായി ഒരു വാക്ക് ചേർത്ത് വെച്ചു, വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവാണ് മാലിക്കുൽ മുലൂക്ക്. അവന്റെ കയ്യിലാണ് എല്ലാത്തിന്റെയും അധികാരമുള്ളത്. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി, ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അത് ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, അത്രയും വലിയ ശക്തനായ മാലിക്കുൽ മുലൂക്കായ റബ്ബിന്റെ അടിമകളാണ് നമ്മൾ എന്നുള്ള ബോധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. എന്തിന്റെയും അവസാനം ഒരാളോട് ചോദിക്കാനുണ്ട്, ഈ ഒരു പ്രകൃതം ഉണ്ടാവണം. അതാരാണ്? നമ്മളെ പടച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു തആലയാണ്. ഏതൊരവസ്ഥയിലും നമ്മുടെ ഒരു അത്താണി നമ്മുടെ റബ്ബാണ്. ആ റബ്ബിങ്കിലേക്ക് നമ്മൾ ഒരു ചാണെടുത്താൽ അവൻ നമ്മളിലേക്ക് ഒരു മുഴമെടുക്കും. നമ്മളൊരു മുഴം അവനിലേക്ക് എടുത്താൽ അവൻ നമ്മളിലേക്ക് ഒരു മാറെടുക്കും. നമ്മൾ നടന്നെടുത്താൽ അവൻ നമ്മളിലേക്ക് ഓടി വരും. ഈ ഒരു വിശ്വാസം, അത് വിശ്വാസിയുടെ മാത്രം കൈമുതലാണ്. ആ ഒരു ദറജയിലേക്ക് ഉയരാൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് ഇരു ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളെയും മുത്തഖീങ്ങളെയും നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത അവസാനം വരെ മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട്, മാറാവേദനകളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും മാനസികവും ശാരീരികവുമായ ശിഫ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷത്തെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ സ്വാലിഹായ മക്കളെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമയെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على